അല്ല മധ്യസ്ഥ, ഇത് വിഷയാവതരണത്തെ പോലും തടസ്സപ്പെടുന്ന എന്ത് സംസ്കാരം? ഇതിൽ മധ്യസ്ഥന്മാർ ഇടപെട്ട് തീരുമാനം എടുക്കണം. എന്നെ സംസാരിക്കാൻ പോലും എന്താ നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത? ഇത് മധ്യസ്ഥന്മാർ എന്തിനാ സൗണ്ട് ഉണ്ടാക്കണതിനാ? കണ്ടോ, തുടക്കം മുതൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തിവെക്കാം. എന്താ നിർത്തിവെക്കാൻ ഇങ്ങനെ ന്യായം നോക്കി നടക്കുകയാണെങ്കിൽ ഞങ്ങളില്ല, ഇനി ഞങ്ങളില്ല അല്ലെ? എന്താ സദസ്സടപെട്ടു, അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറയാം. ഞങ്ങളിത് മുന്നോട്ട് പോയി കിട്ടാൻ വേണ്ടി വേഗം ഇത് മധ്യസ്ഥന്മാരുടെ കോർട്ടിലേക്ക് ഇട്ടു. അനുബന്ധ വീഡിയോ കാണിക്കാനുള്ള സമയം എനിക്കില്ല. അതോടുകൂടെ പെട്ടെന്ന് അച്ചടക്കം. സദസ്സിൽ സ്റ്റേജിൽ തക്ബീറിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരാളുണ്ട്. തുടക്കത്തിൽ ഭയങ്കര ബ്രൂസ്ലിന്റെ മസിൽ പവറും കാണിച്ച് ചാടിയായിരുന്നു. അവസാനം എന്താ ആയതെന്ന് ഇൻഷാ അല്ലാഹ് സമയം പോലെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇരിക്കട്ടെ, ഇതിന്റെ ഇടയ്ക്ക് സംവാദം ശക്തമായി മുന്നോട്ട് പോയി. എന്തെല്ലാം ചർച്ചകൾ ഉണ്ടായി, എന്തെല്ലാം ആശയങ്ങൾ വന്നു, അതൊക്കെ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ തുടർച്ചയായി സമയം അനുവദിക്കുന്നതിനനുസരിച്ച് ഞാൻ പറയാം. എന്നാൽ മാലിക് സലഫി പറഞ്ഞു നിർത്തിയിടത്തേക്ക് ഞാൻ വരികയാണ്. അതെന്താണെന്നറിയോ? പെട്ടെന്ന് അത്രയും നേരം ഉണ്ടാതെ തലയും താഴ്ത്തിയിരുന്ന കഥയിലെ ഏറ്റവും വലിയ കഥാനായകൻ വില്ലൻ രംഗത്ത് വന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഏകാംഗ പ്രസ്ഥാനായി കഴിഞ്ഞ സംവാദത്തിൽ ഇടപെട്ട ആള് സൈഡ് ബെഞ്ചിലേക്ക് മാറിയത്, റിസർവ് ബെഞ്ചിലേക്ക് മാറിയതിന്റെ പിന്നിലെ അനുബന്ധങ്ങൾ ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ സംവാദം കഴിഞ്ഞതിന്റെ ശേഷവും കഴിഞ്ഞ സംവാദത്തിന്റെ മുമ്പുമൊക്കെ നിങ്ങൾക്കിടയിലുള്ള ചർച്ച ഞങ്ങൾക്കറിയാം. അബൂബക്കർ നസാഫിനെ പോലെയുള്ള നിങ്ങളുടെ ആശയം നിങ്ങളെക്കാളും സമർത്ഥമായി അവതരിപ്പിക്കാവുന്ന, അയാൾ യോഗ്യനാണെന്നോ അയാൾ പറയുന്നത് സത്യമാണെന്നോ അല്ല, നിങ്ങളാശയം നിങ്ങളെക്കാളും നന്നായി അവതരിപ്പിക്കാവുന്ന ചില ആളുകളെ മുന്നിലേക്ക് വരാൻ സമ്മതിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തഴയലിന്റെയും അവഗണനയുടെയും ഒക്കെ ചില ചർച്ചകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെട്ടു അല്ലേ? ബഹുമാനനായ എന്റെ ഗുരുനാഥൻ കൂടിയായ അബ്ദുൽ അസീസ് മദനി അടക്കമുള്ള ആളുകൾ അവസരങ്ങൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് ശക്തമായി പ്രതിഷേധിച്ചു. കൊഴിപ്പുറം സുല്ലമി അദ്ദേഹത്തിന്റെ സങ്കടം ഞങ്ങളെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. നിഷേധിച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ ക്രമപ്രകാരം അത് ഞങ്ങൾ തന്നോളും ഇൻഷാ അല്ലാഹ്. ആവശ്യമുള്ള നേരത്ത് ആവശ്യമുള്ള പോലെ മരുന്ന് കൊടുക്കുന്ന രീതിയാണല്ലോ. ഒന്നിപ്പോ നമ്മള് പ്രൈമറി മെഡിസിനാണ് കൊടുക്കണേ. അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ, സംഗതി അത്യാവശ്യ ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പുറത്തുവിടും, നിങ്ങൾ കാത്തിരുന്ന് കാണുക. അപ്പോ ഇത് മുന്നോട്ട് പോയപ്പോ ഇതിന്റെ ഇടയിൽ ത്രിമൂർത്തികളുടെ ഒരു ചെറിയൊരു ചർച്ച അവിടെ നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കണ്ണോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തെ ഇങ്ങനെ കണ്ടത്. ഇതിപ്പോ മുടക്കും, ഇതിപ്പോ ചവിട്ടും. കാരണം മാലിക് സലഫി എവിടെയും സ്റ്റോപ്പ് അനുവദിക്കാത്ത ജാതി പോക്കാണ് പോണത്. സ്വാഭാവികമായും ഞങ്ങളെ അഡ്രസ് എവിടെയെന്ന് ചോദിച്ചു വന്ന ആളുകളുടെ അഡ്രസ് മൊത്തം പോകുന്ന സാഹചര്യത്തിൽ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ ഞങ്ങൾ കോടാമ്പുഴ സംവാദത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവരെ ഞങ്ങൾ കൊണ്ടോട്ടി സംവാദത്തിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ചിലത് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ച പോലെ മൂപ്പര് എണീറ്റിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. ആ വാചകൾ കേട്ടപ്പോൾ ഓർമ്മ വന്നത് പേരോടിനെയാണ്. കഴിഞ്ഞ പരിപാടിയിൽ നൗഷാദ് ഹസനിനെ മൂപ്പര് നിരന്തരം ഉദ്ധരിച്ചതിന്റെ കാരണം എപ്പോഴാണ് മനസ്സിലായത്? ഇവരുടെ സംവാദത്തിന്റെ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് നൗഷാദ് ഹസന്റെ അടുത്തുനിന്നും പേരോടിന്റെ അടുത്തുനിന്നൊക്കെയാണ്. എത്രത്തോളം വെച്ചാൽ ഇടമുട്ടം സംവാദത്തിൽ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് ഖബറിന്റെ മുന്നിൽ ആകാമെന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എന്നതിന്റെ ഒരൊറ്റ പേപ്പർ എടുത്തിട്ടുള്ളൂ. ആ പേപ്പറിൽ നേരിട്ടതില്ല എന്ന് പറയുന്നതിലൂടെ ക്ലിയർ ആയി പറയാൻ പറ്റുന്ന, വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് പഴുതുണ്ട്. ഞങ്ങൾ ആദ്യം അത് ഇട്ടെടുത്ത് അതിന്റെ അനുബന്ധം, അതിനെ സംബന്ധിച്ച് നിഷേധിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ അനുബന്ധം സുന്നത്ത് മാസികയിൽ വന്നത് എന്താ? ആരാധനയുടെ ഭാഗമായുള്ള സുജൂദ് തന്നെ ആകാം എന്നത് വായിക്കാനിരുന്നതാണ്. അത് പേരോടിന് മനസ്സിലായതുകൊണ്ട് പേരോട് കയറിയിട്ട് കലക്കിയപ്പോ പറഞ്ഞെന്താരോ, സമ്മതിക്കുകയില്ല, മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. നൗഷാദ് ഹസനെയും പേരോടിനെയൊക്കെ കണ്ട് സംവാദത്തിന്റെ ആദ്യപാഠം പഠിച്ച കരിമ്പിലാക്കൽ പണ്ട് പള്ളി ദർശനം പഠിച്ചതാണല്ലോ കുറച്ചൊക്കെ, പാട്ടുപാടി നടക്കുന്ന കാലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി, അദ്ദേഹത്തിന്റെ വരികളിലും നിങ്ങൾക്കത് കാണാം, സമ്മതിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാതൊരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്ന സംവാദത്തിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹം ഇതിന്റെ മരണമണി മുഴക്കുന്നതും ഇതിന് തടസ്സം നിൽക്കുന്നതും നിങ്ങൾ നേരിട്ട് കണ്ടോളൂ പ്രിയപ്പെട്ടവരെ. ഈ പെരും കള്ളത്തരം എഴുതുപടികയും അത് നാവ് കൊണ്ട് പിന്നെയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഇത്തരം നിലപാടുകൾ തീരുമാനമുണ്ടാക്കണം.
ഈ കളവുകൾ, ഇങ്ങനെയുള്ള കളവുകൾ, ഇതിന് തീരുമാനമുണ്ടാക്കാതെ വിഷയം മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല. ബുഖാരിയുടെ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഭാഗം അതിലേക്ക് ബാക്കിയുള്ള ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വിമർശനങ്ങൾ സാധൂകരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് തയ്യാറാവണം. അതിന് ഞങ്ങൾ തയ്യാറായതുകൊണ്ടാണ് ഞങ്ങൾ എണീറ്റത്, അല്ലേ? ഞാൻ പേരോടിനെ മെല്ലെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് മൂപ്പർ ഉസ്താദിനെ. ഇടമുട്ടൻ സംവാദത്തിൽ പേരോട് പറഞ്ഞതുകൂടി നിങ്ങൾ ചേർത്ത് കേട്ടോളൂ. ഇതേ ആവേശം, ഇതേ ആംഗ്യ ഭാഷ, ഇതേ ബോഡി ലാംഗ്വേജ്, തലയിലൊരു കെട്ടുണ്ട്, വെള്ള ജുബ്ബിയുണ്ട്, ഒരു തുണിയുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും വിഷമം വിചാരിക്കരുത്. ഉള്ളതുപോലെ പറയണല്ലോ. എങ്ങനെ മിനിമൈസ് ചെയ്ത് എങ്ങനെ നല്ല ഭാഷയിൽ പറയാൻ പറ്റും എന്നുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ. മനസ്സിലായില്ലേ? സംവാദത്തിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ആകുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. ഏതാണെങ്കിലും പേരോടൊന്ന് വരട്ടെ, ഉസ്താദൊന്ന് വരട്ടെ. ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം, ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മനസ്സിലായല്ലോ? അടുത്തതെന്താ? മധ്യസ്ഥന്മാർക്ക് കൊടുക്കണം, മധ്യസ്ഥന്മാർക്ക് കിട്ടണം. ഇതായിരുന്നു പേരോടിന്റെ ബഹളം. മനസ്സിലായല്ലേ? ഇത് അങ്ങോട്ട് കൊണ്ട എന്നിട്ടോ അതിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി, അല്ലേ? ഇവിടെയും മധ്യസ്ഥന്മാര് പെട്ടെന്നാണ് കാര്യപ്പെട്ട ആൾക്കാരാണ് മൂപ്പർക്ക്. അത്രയും നേരം മധ്യസ്ഥനുമില്ല, വേറൊന്നുമില്ല, വേറൊരു വിഷയമില്ല. കഴിഞ്ഞ സംവാദം സ്മൂത്തായി ക്ലിയറായി പോയതാ. പേരോടിന്റെ അടുത്ത് നിന്ന് സംവാദത്തിന്റെ ടെക്നിക്ക് പഠിച്ച പഴയ പള്ളി ദർശിലെ വിദ്യാർത്ഥി അദ്ദേഹം അതേ അടം ഇവിടെയും പയറ്റുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥന്റെ കയ്യിൽ തരാം, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ. ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം പെരും കള്ളനാണ്. ആ കള്ളത്തിനും ഇവിടെ പൊളിയുകയാണ്. അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാം സലമിയുടെ പുസ്തകം ഞാൻ തരാം, അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം. അദ്ദേഹം നോക്കട്ടെ, പരിശോധിക്കട്ടെ, തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥ പറയാനുള്ളത് എന്തോ അബ്ദുൽ മാലിക് സൽഫി മാറിക്കണം. അത് മനസ്സിലായി. എന്റെ ആ രോഗത്തിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ സംവാദത്തിലും ഈ സംവാദത്തിലൊക്കെ അബ്ദുൽ മാലിക് സൽഫി തരേണ്ടത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നൗഷാദ് ഹസനിന്റെ മുന്നിൽ വരെ വാചകമടി കൊണ്ട് പിടിച്ചു നിന്നു. ഞങ്ങളത് വാചകടിയല്ല, ഞങ്ങളുടേത് പ്രമാണങ്ങളുടെ മാറ്റുരക്കലാണ്. പ്രമാണങ്ങളുടെ മാറ്റുരക്കല്, തെളിവുകളുടെ മാറ്റുരക്കല്. ചിലപ്പോ നാവിട്ടടിക്കണടുത്ത് നിങ്ങളെപ്പോലെ ഞങ്ങളൊരു ലൈന് സ്വീകരിച്ചിട്ടുണ്ടാകൂല. മനസ്സിലായില്ലേ? അത് വന്നപ്പോ അടുത്തത് ആവശ്യപ്പെട്ടെന്താ അറിയോ? ലിപ്പിയാൻ കാണിക്കണില്ല, അബ്ദുൽ മാലിക് സൽഫിയെ പുറത്താക്കണം. നല്ല സുഖല്ലേ? നല്ല സുഖ. അബ്ദുൽ മാലിക് സൽഫിന്റെ മോനുണ്ട്, 2.5 വയസ്സായ കുട്ടി, മൂപ്പരാക്കി തരാം. പറ്റുമോ? യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ സംഭവിക്കുന്നത് ഇത് വന്നപ്പോ മധ്യസ്ഥന്മാർ ഇടപെട്ടു. മധ്യസ്ഥന്മാർ ബഹുമാനനായ നബീൽ രണ്ടത്താണി അദ്ദേഹം മൈക്കിലേക്ക് വന്ന് അദ്ദേഹം ഇതിന്റെ വസ്തുത പറഞ്ഞു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. സഹോദരങ്ങളെ, ഇവിടെ മധ്യസ്ഥന്മാരായി ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥ പ്രകാരം ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഇരു വിഭാഗത്തിനും അവരവരുടെ തെളിവുകൾ അവതരിപ്പിക്കുവാനുള്ള സമയം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വീണ്ടും ചർച്ച വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സമയം കാണുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിലപ്പുറം ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ സമയം കാണണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥക്കെതിരാണ് എന്നാണ് മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടോ? അതാർക്കും മനസ്സിലാണ് ന്യായ. എന്താ? ഇവിടെ ഓൾറെഡി ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയിൽ നിങ്ങളുടെ 3 അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇനി അബ്ദുൽ മാലിക് സലഫിക്ക് നിങ്ങൾ ഉന്നയിച്ച ആരോപണം
നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തെളിയിക്കാനും നിങ്ങൾക്ക് ഉള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ആശയം അവതരിപ്പിക്കാനുള്ള 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഈ വിഷയത്തിൽ മാത്രം ഒരു ചർച്ചയാവുകയും ആകാം എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കിയപ്പോ അവരുടെ മധ്യസ്ഥനും ആദ്യഘട്ടത്തിൽ ഇതിൽ നല്ല നിലയ്ക്ക് ഇടപെട്ടു. ഇതിൽ നല്ല നിലയിൽ ഇടപെട്ടു. സുഹൃത്തുക്കളെ, അവരുടെ മധ്യസ്ഥൻ ഇടപെടുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇതിൽ പറയുന്ന ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്ന സദസ്സിൽ നിന്ന് ഒരാളും ഇടപെടാൻ പാടില്ല. ഏതായാലും ഇവരുടെ മധ്യസ്ഥൻ ആദ്യഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഈ വിഷയം പറയാന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥൻ പോരാൻ തോന്നിയപ്പോ പേരോടെടുത്ത അതേ പണി ലത്തീഫ് കരിമ്പിലാക്കൽ എടുത്തു. എന്താ പേരോടെടുത്ത പണി? എന്താ? അവരുടെ മധ്യസ്ഥം പറഞ്ഞിട്ടാകണില്ല. അവരുടെ മധ്യസ്ഥം പറഞ്ഞിട്ട് പേരോട് ഉദ്ദേശിച്ചിടത്തേക്ക് എത്തണില്ല. അപ്പൊ പേരോടും അലവി എല്ലാരും കൂടി ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? ഒരേ സമയത്ത് മുജാഹിദ് ഭാഗത്ത് സംസാരിക്കുമ്പോൾ തന്നെ അലവി സഖാഫി മറുഭാഗത്ത് അദ്ദേഹം കയ്യും കാലിട്ട് അടിച്ച് വിഷയം അവതരിപ്പിച്ചതുപോലെ മധ്യസ്ഥനെ മാറ്റി നിർത്തി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ മധ്യസ്ഥനാകുന്ന സ്വയം മധ്യസ്ഥനായി മാറുന്നതാണ്. മധ്യസ്ഥന് പകരം ഇയാൾ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്കൊരു അവസരം കൂടി, നിങ്ങൾക്കുള്ള അവസരം തരും. മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി തരും. അതിനു മുമ്പ് നിങ്ങൾക്ക് അവസരം തരില്ല. നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ സംസാരിക്കട്ടെ. തീർന്നില്ല. മൂപ്പര് സ്വയം മധ്യസ്ഥനായി രംഗത്ത് വരികയാണ്. വേണ്ടു തന്നെയാണ് മധ്യസ്ഥനൊരു മൂലക്ക് നിർത്തിയിട്ട് മൂപ്പരെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥന വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. എന്താ നിങ്ങളെ ഔദാര്യ? ആരങ്ങള് കിതാബ് വായിക്കാൻ അറിയെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾക്കൊരു ഫضലുണ്ട് അല്ലേ? ഇനി അതല്ല, ഏതെങ്കിലും നിലക്കുള്ള മര്യാദയും മാന്യതയും പാലിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കണം. ഇവിടെ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചത് നിങ്ങൾ സ്വയം മധ്യസ്ഥനാകാനാ? ഒന്നും കൂടി, ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾ ഔദാര്യത്തിന് വന്നല്ലേ? നിങ്ങൾ എഴുതപ്പെട്ട വ്യവസ്ഥ അനുസരിച്ച് വാദം അവതരിപ്പിച്ച് വിഷയം അവതരിപ്പിക്കാൻ വന്നതാ. ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാലും തീരാത്ത ഭാണ്ഡമായി നിങ്ങളെ കൂടെ അത് ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്ക് ഒന്നും കൂടി ഇട്ടൊടുക്കും. കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ കലയ്ക്ക് വേറൊരാൾ ഞാൻ നിയോഗിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഒരു കൂട്ടിലെ പക്ഷികളാണ്. ഇങ്ങനെ കുറെ ഞാനുകൾ ഉള്ളത് തന്നെയാണ് പലപ്പോഴും ചില കൂട്ടായ്മകളുടെ ഒക്കെ പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥന വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണം. ഭംഗിയായി നടക്കുവാൻ ഇരു വിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ്. ലത്തീഫ് ഇരിക്കണം. കണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മൂപ്പർക്ക് സംവാദം നടക്കണം എന്നാണോ അതോ മുടക്കണം എന്നാണോ? എന്തിനാ നിങ്ങള് മധ്യസ്ഥനെ കൊണ്ടുവന്നത്? ഈ പണി മുഴുവൻ നിങ്ങൾ എടുക്കണമെങ്കിൽ എന്തിനാ നിങ്ങള്? എന്താ അയമാക്കാന്റെ ചായക്കട എന്താ അറിയോ? രാവിലെ മൂപ്പര് വരും, വന്നിട്ട് കട തുറന്നിട്ട് മൂപ്പര് കാച്ചിട്ട് മൂപ്പരന്നെ ആറ്റും. മൂപ്പരാറ്റിട്ട് മൂപ്പരന്റെ ഡെസ്കിൽ കൊണ്ടു നോക്കും. എന്നിട്ട് അപ്പുറത്ത് പോയി മൂപ്പരനെ ഇരിക്കും, മൂപ്പരനെ കുടിക്കും. മൂപ്പരന്റെ ക്യാഷിന് മുമ്പ് പോയി 10 രൂപ കൊടുക്കും. മൂപ്പരനെ അപ്പുറത്ത് കൂടെ വന്നിട്ട് വാങ്ങിയേക്കും. എന്താ അയമാക്കാന്റെ ചായക്കട തന്നെ? അതോ കുട്ടൂസൻ സർക്കസോ? കുട്ടൂസൻ സർക്കസ് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. കാണാനും മൂപ്പരെ ഉണ്ടാവുള്ളൂ, കളിക്കാനും മൂപ്പരെ ഉണ്ടാവുള്ളൂ. വേറെ ആരുമില്ലേ? അബൂബക്കർ നസാഫ് വെറുതെ പറഞ്ഞ് അബൂബക്കർ നസാഫ് തുറന്നടിച്ചു. ഇവൻ നടത്തിയാലേ ശരിയാകുള്ളൂ എന്ന് അവന്റെ ധാരണ. മനസ്സിലായില്ലേ? അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വരും ഭാവിയിൽ പ്രബോധന രംഗത്ത് നിന്ന് ഔട്ടാകേണ്ടി വരും. നിങ്ങൾക്ക് നല്ലത് വർത്തമാനത്തിന്റെ ഡയറക്ടറോട് പോയി വർത്താനം പറയലാണ്. ഇവിടെ ഇൽമും കിതാബൊക്കെ ഉള്ള ഒരു വർത്താനം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ, അദ്ദേഹം സ്വയം മധ്യസ്ഥനായി വരുമ്പോ ബഹുമാനനായ നബിയിൽ രണ്ടത്താണ്ട് ഇരുത്തൊണ്ടടുത്ത് അവിടെ ഇരിക്കവിടെ പോയിരുത്തി. ആ ഇരുത്തലിന്റെ ശേഷം പിന്നെ വല്ലാതെ മൂപ്പര് വന്നിട്ടില്ല. അതാ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ള മരുന്ന് ആവശ്യമുള്ളപ്പോഴാണ് കൊടുക്കുക. മനസ്സിലായില്ലേ? അദ്ദേഹം ശബ്ദം ഉയർത്തിയിട്ട് ഇരിക്കവിടെ എന്ന് പറഞ്ഞോട് കൂടെ മധ്യസ്ഥൻ പിന്നെ രംഗത്ത് വന്നതാണ് കണ്ടത്. ഇതിനിടയ്ക്ക് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി അദ്ദേഹത്തിന്റെ അവകാശം ചോദിച്ചു. ഔദാര്യല്ല, ചോദിച്ചു 10 മിനിറ്റ് എനിക്ക് തന്നാ മതി, ഞാൻ തെളിയിച്ചേരാ. ആ 10 മിനിറ്റ് കൊടുത്താൽ ഇപ്പുള്ള വാലും പോകും. ഓഫീസിൽ ഈച്ചനായിട്ട് ഇരിക്കേണ്ട ഒരു മനുഷ്യനാ വൈക്ക് വരൂല.
ഒരു മനുഷ്യനാവയ്ക്ക് വരൂല. സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ ചർച്ച വരും. ഞങ്ങളുടെ ബൈലക്സ് റൂമിൽ ഡിസ്കഷൻ വന്നു. എന്തുകൊണ്ട് അബ്ദുൽ മലിക് സലഫിക്ക് 10 മിനിറ്റ് കൊടുത്തുകൂടാ എന്ന ചർച്ച നിങ്ങൾക്കിടയിൽ വന്നു. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ? ഇല്ലാന്ന് പറഞ്ഞ ഞങ്ങൾ ഓൺലൈനിലുള്ള നല്ല ആൺകുട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മരുന്ന് ഞങ്ങൾ തരാ. നിങ്ങൾക്ക് വല്ല കോട്ടയും വല്ല കൊത്തളം ഉണ്ടെങ്കിൽ ആ കോട്ടയും കൊത്തളവും ഞങ്ങളിതാ ഈ പറയുന്ന നന്ദി സംവാദം എന്ന ബുൾഡോസർ വെച്ച് തകർത്തെറിയും. ഒരു സംശയമല്ല. കാത്തിരുന്ന് കാണാം നമുക്ക്. പത്തപ്പരിയത്ത് ഒരു കൂട്ടർക്ക് ഡോസ് കൊടുത്തതുപോലെ, അതേപോലെ മംഗലാപുരത്ത് ഇതാ ഈ നന്ദി ദാറുസ്സലാമിൽ നിന്ന് പുറപ്പെട്ട പോലീസ് വാഹനത്തിലെ ആളുകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് തിരിച്ചയച്ചതുപോലെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുക്കും. അത് ഞങ്ങളെ നാക്കിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളെ ഇൽമിന്റെ അഗാധമായ അങ്ങേയറ്റത്തെ ബഹർ പോലുള്ള ആഴം കൊണ്ടല്ല. ഞങ്ങളെ പണ്ഡിതന്മാർക്ക് അങ്ങേയറ്റത്തെ വിനയവും പഠിക്കാനുള്ള ത്വരയും തിരുത്താനുള്ള മനസ്സൊക്കെ ഉണ്ട്. എനിക്കിവിടെ സമയമല്ല, മറ്റൊരു വേദിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി ഒന്നാമത്തെ സംവാദത്ത് പറഞ്ഞ എന്താ, നിങ്ങളിവിടെ ഇത് തെറ്റാണെന്നോ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നോ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഉദ്ധരിക്കൂല എന്നാണ്. അത്രയുള്ള സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, തെറ്റാണെന്ന് സംബന്ധിച്ചും പിന്നെ ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെങ്ങനെ പ്രതിയാക്കി കൊളത്തി വലിക്കലും ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ഷഹാദത്ത് കലിമയിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലുള്ള അശ്ഹദുവിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല എന്ന വേദന മാത്രമേ ഞങ്ങളെ വരികളുടെ തീവ്രതക്കും വാചകങ്ങളുടെ വികാരങ്ങൾക്കും പിന്നിലുള്ളൂ എന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഞങ്ങളെ സദസ്സിലേക്ക് ഒരിക്കലും മടൂര് ഭാഗത്തുള്ള സുഹൃത്തുക്കൾ വരൂലല്ലോ. അപ്പൊ അവർക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് തിരുത്തി കൊടുക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് മാലിക് സലഫി ഒരു 10 മിനിറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ എന്നുള്ളതിന് മാത്രം മറുപടി ഇല്ല. എന്താ, ആദ്യഘട്ടത്തിൽ നല്ല നിലക്ക് ഇടപെട്ട മധ്യസ്ഥൻ പെട്ടെന്ന് മൻസൂർ അലി ചെമ്മാടിന്റെയും അതേപോലെ തന്നെ അലി മദനിയുടെയും ഒക്കെ നടുക്ക് എത്തിയപ്പോ മൂപ്പരെ കോലം മാറി. മധ്യസ്ഥൻ എന്നുള്ളതിന് പകരം മൂപ്പരെ മദ്യട് വിട്ടു, സ്തനായി. എന്താ സ്തനം, എന്താ സ്ഥാനം, എന്താ അദ്ദേഹത്തിന്റെ സ്ഥാനം? അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത് കലക്കാനുള്ള സ്ഥാനം, ഇത് കലക്കാനുള്ള സ്ഥാനം. മനസ്സിലായില്ലേ? ആ സ്ഥാനം മൂപ്പർ ഏറ്റെടുക്കുന്നിടത്തേക്ക് എത്തി. അബ്ദുൽ മലിക് സലഫി വിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റ് കാണാം. അബ്ദുൽ മലിക് സലഫിന്റെ സമയത്ത് അപ്പുറത്ത് കരിമ്പിലാക്കൽ, സക്കരിയ സ്വലാഹിയുടെ സമയത്ത് പേരോടും അതേപോലെ തന്നെ അലവി സഖാഫിയും ഒക്കെ കയറിയതുപോലെ എടമുട്ടം സംവാദത്തിന്റെ ഖുറാഫികളുടെ സംവാദത്തിന്റെ തരിയാവർത്തനം നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 100 മിനിറ്റ് തരാൻ ധൈര്യമുണ്ട്. പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ. ഇതാണ് ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുബൂരിസം, ഇതാണ് ഖുറാഫി തന്ത്രം. ഉത്തരം മുട്ടുമ്പോൾ കളവല്ല, ഇത് കളവല്ല. 100 മിനിറ്റ് തരാം. 100 മിനിറ്റ് തരാം. 10 മിനിറ്റ് 100 മിനിറ്റ് വേണ്ടടോ അത് തെളിയിക്കാൻ? ഞങ്ങൾക്ക് 10 മിനിറ്റ് കിട്ടിയാൽ മതി. 3 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് അബ്ദുൽ മലിക് സലഫി ഇത് തെളിയിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ മധ്യസ്ഥന്റെ വേഷം സ്വയം കെട്ടി കരിമ്പിലാക്കൽ തന്നെ രംഗത്ത് വന്നത്. എവിടെ നിങ്ങളുടെ മധ്യസ്ഥൻ എവിടെ? ഈ കുട്ടൂസൻ സർക്കസിന്റെ പിന്നിലെ തന്ത്രം ഞങ്ങൾക്കറിയാം. ഉള്ള അഡ്രസ്സും കൂടിയും പോകും. ഞങ്ങളെ ചോദ്യവും ബാക്കി കൂടിയും വരുമ്പോഴത്തിന് സ്റ്റേജിലുള്ള പലർക്കും പ്രഷറെ കയറിയിട്ടുള്ളൂ. ഇനി ഞരമ്പ് പൊട്ടും. മനസ്സിലായില്ലേ? ഞരമ്പ് പൊട്ടി ഇവിടുന്ന് എടുക്കേണ്ടി വരും. നന്ദിയിലാണെങ്കിൽ ഇവിടെ പോണ വഴിക്കാണെങ്കിൽ ഒരു പാലമുണ്ട്, എപ്പോഴും ബ്ലോക്കുള്ള പാല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനം എന്തായിരുന്നൊരു 2 വിഭാഗവും കാര്യങ്ങൾ എഴുതി വായിക്കാൻ തീരുമാനിച്ചു, നിലപാടുകൾ എഴുതി വായിക്കാൻ തീരുമാനിച്ചു. ആദ്യം ആര് വായിക്കും? നിങ്ങൾ വായിച്ചോളി. നേരത്തെ കണ്ട ആവേശമൊന്നുമില്ല. എന്നാ പിന്നെ ടോസ് നന്നായി. ടോസ് ഇട്ട് ബഹുമാനനായ നബീൽ രണ്ടത്താണിക്ക് കിട്ടിയപ്പോ മറ്റേ മധ്യസ്ഥൻ അത് ടോസ് നിനക്ക് കറങ്ങിയിട്ടില്ല. 3.5 വയസ്സായ കുട്ടികൾ വരെ പറയാത്ത കാര്യം അല്ലേ? അവസാനം എന്ത് ചെയ്തു?
അവസാനം ടോസ് അങ്ങനെ കറങ്ങുള്ളൂ, പോയാണ്ട് പറയുന്നത്. അപ്പൊ മൂപ്പര് മെല്ലെ കടലാസ് എടുത്ത് പോയി അവതരിപ്പിച്ചു. നമ്മൾ അവിടെ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, നിങ്ങൾ കേട്ടോളൂ. ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സലഫി ദഅവാ വിങ്ങിന്റെ മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, മുൻ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം തന്നെ സംവാദം പൂർത്തിയാക്കുകയും ശേഷം വല്ല കാര്യത്തിലും ചർച്ച വേണമെന്ന് ഇരുകൂട്ടരും ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് കൂടിയാലോചിച്ച് നമുക്ക് അനുവദിക്കാവുന്നതാണ്. 2, നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം മൂന്നാമത്തെ ഖണ്ഡനത്തിന് 10 മിനിറ്റ് വീതം സമയം കൂടി സലഫി ദഅവാ വിങ്ങിന് ബാക്കിയുണ്ട്. അത് പൂർത്തിയാക്കി ബാക്കി കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കാം. അബ്ദുൽ മാലിക് സലഫി തന്റെ പുസ്തകത്തിൽ കളവ് നടത്തിയെന്ന അബ്ദുൽ ലത്തീഫിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കാൻ അബ്ദുൽ മാലിക് സന്നദ്ധനാണ്. അതിന് ന്യായപ്രകാരം അദ്ദേഹത്തിന് വ്യവസ്ഥയിൽ അനുവദിക്കപ്പെട്ട സമയം നൽകാതിരിക്കുക എന്നത് ന്യായമല്ല. വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി അബ്ദുൽ മാലിക് സലഫി തന്നെയാണ് വന്നതെന്നിരിക്കെ അന്ന് അദ്ദേഹം കളവ് പറഞ്ഞവനാണ് എന്ന് പറയുകയോ ആ നിലക്ക് അദ്ദേഹത്തിന് ഇതിന് പറ്റില്ല എന്ന് എഴുതുകയോ ചെയ്യാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ആയതിനാൽ മറുഭാഗത്തിന്റെ പിടിവാശി സംവാദം നിർത്തിവെക്കാനുള്ള തന്ത്രമായിട്ടേ കാണാനാവും. ഇത് രണ്ടിനും നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ കഴിഞ്ഞ തവണ മുതൽ ആവശ്യപ്പെട്ടു തുടങ്ങിയ ഹാർമോണിയവുമായി ബന്ധപ്പെട്ട ഹദീസ്, സംഗീതം അനുവദനീയമാണെന്നതിന്റെ ആയത്ത് അടക്കമുള്ള കാര്യങ്ങൾ മറുപക്ഷം മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയും സമാനമായി ഇങ്ങോട്ട് ആരോപിച്ചതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുവാൻ ആവശ്യമായ രേഖകൾ സലഫി ദഅവാ വിഭാഗവും മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുക. ശേഷം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം സംവാദം തുടരാം. ഇത് ഇരുവിഭാഗവും സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ നേരത്തെ അബൂബക്കർ മദനി സൂചിപ്പിച്ചതുപോലെ ഈ സംവാദം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു തീരുമാനമുണ്ടായാൽ നമുക്ക് ഇത് തുടരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് അയാൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് അവസാനിച്ചു എന്ന് കണ്ടപ്പോഴേ ഇത്ര ആത്മാർത്ഥമായിട്ട് മൂപ്പർ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനി എന്താ സുഹൃത്തുക്കളെ സ്വകാര്യം? എന്താ അതിന്റെ സ്വകാര്യം? അതുകൂടി നമ്മൾ പഠിക്കണം. ഇതിന്റെ സ്വകാര്യം എന്താ അറിയോ? അത് സംവാദം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട സലാം സുല്ലമിയുടെ ഭാഗം കോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കളവ് പറഞ്ഞതുകൊണ്ട്, കളവ് പറഞ്ഞ അയോഗ്യത അബ്ദുൽ മലിക് സലഫിക്ക് ഉള്ളത് കൊണ്ടാണ് സംവാദം മുടങ്ങേണ്ടതെങ്കിൽ ആദ്യത്തെ സംവാദം മുടങ്ങേണ്ടിയിരുന്നു. കാരണം അതിലെ 8ാമത്തെ ചോദ്യം എന്താ? 8ാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. ഇതേ വിഷയമാണ് അന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. മൻഹജ് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണം. ആ മൻഹജിൽപ്പെട്ടതാണ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത്. ആ ഖബർ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഖബർ ശിക്ഷയുടെ ഹദീസുകൾ നിരാകരിക്കുന്നത്? എന്റെ അടുത്ത ചോദ്യമാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖബർ ശിക്ഷയുടെ ഹദീസ് എതിരാകുന്നത്? ആ ആയത്ത് നിങ്ങൾ ഓതണം. അന്ന് ചോദിച്ചതാണ് അല്ലേ? അന്ന് ചോദിച്ചതാണ്. അന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ അറിയോ? അന്ന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിനാണെന്നാണ് എന്റെ ഓർമ്മ. അത് അടുത്ത ആഴ്ച പറയാം അല്ലെ? അടുത്ത ആഴ്ച പറയാം. അപ്പൊ ഈ ആഴ്ച ചോദിച്ചപ്പോ പറയണം എന്താ അറിയോ? അത് പറയാനുള്ള സമയമല്ല. പിന്നെ ഇത് ഞങ്ങൾ അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഞങ്ങൾ അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു? അപ്പൊ സുഹൃത്തുക്കളെ, സമ്പാദ്യ വ്യവസ്ഥന്റെ അന്നും ഇതേ അബ്ദുൽ മലിക് സലഫിയാണല്ലോ വ്യവസ്ഥക്ക് പോയത്. അന്നില്ല, അന്നൊരു കുഴപ്പമില്ല. അന്ന് പെരുങ്കള്ളനല്ല. ഇനി പെരുങ്കള്ളനാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര അവസരം അവിടെ ഉണ്ട്? അബ്ദുൽ മലിക് സലഫിന്റെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിന്റെ സമയമുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്ന സമയമുണ്ട്. ഒക്കെ ഉണ്ട്. സമാപന സംസാരം ഉണ്ട്. മാത്രമല്ല, കേരളത്തിൽ നാളെ മറ്റന്നാളൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. എന്തേ പേരോടുണ്ടായ അതേ തത്രപ്പാട്? മറ്റൊന്നല്ല, ഞങ്ങൾ നിങ്ങളെ പൊളിച്ച് അടുക്കി കൈ തരും. നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ സംവാദത്തോടു കൂടെ ഞങ്ങളെ ചൂടും ചൂരൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതന്നെ പ്രശ്നം, വേറൊന്നുമല്ല. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കണം. അബ്ദുൽ മലിക് സലഫി ആകെ കട്ടുദ്ധരിച്ചു എന്ന് പറയണത് മാത്രമേ ഉള്ളൂ? അങ്ങനെ സമ്മതിക്കാൻ പറ്റുന്ന
ഇത് കട്ടുദ്ധരിച്ചു, ഇതിൽ പെരുങ്കള്ളൻ. മൂപ്പര് വേറെ ഒരുപാട് ബുക്സ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, വേറെയും ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ കാര്യത്തിന്റെ അവസ്ഥ എന്ന് എന്റെ ബഹുമാനനായ സുഹൃത്ത് തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അബ്ദുൽ മലിക് സലഫി തന്നെ ഉദ്ധരിച്ച നിങ്ങളുടെ വേറെ ചില പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ആ ചോദ്യങ്ങൾ ഞങ്ങളുടെ വിഷയാവതരണത്തിൽ തന്നെ ഉന്നയിച്ച പുസ്തകങ്ങൾ, അതിന് ഉത്തരമില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പുതിയ അസലനുസരിച്ച് അദ്ദേഹം അതിലൊന്നും തിരിമറി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? എന്ന് സമ്മതിച്ചു. സാധാരണ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുമ്പോ എന്തെന്ന് വെച്ചാല് പിന്നെ തെരഞ്ഞെടുപ്പില്ലാതെ ആൾക്ക് നേരെ പാർലമെന്റിൽ പോവുക എന്ന് പറയുന്ന മാതിരിയാണോ ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോണതൊക്കെ? ഇതിൽ നിങ്ങളൊന്നും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റേതിന് കള്ളത്തരുണ്ട് നിങ്ങൾ പറയും ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെയോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഞാനിവിടെ വളരെ കുറഞ്ഞ സമയം, ഒരു 10-20 മിനിറ്റും കൂടിയാണ് പറയാ. ആ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കേൾക്കുന്നത് അടക്കം 3.5 മണിക്കൂറിൽ ശ്വാസം വിടാൻ എന്റെ ജ്യേഷ്ഠ സുഹൃത്തെ അബ്ദുൽ മലിക് സലഫി നേരം കൊടുത്തില്ല. സംഗതി ഒന്ന് പൊങ്ങണ്ടേ, എന്നാലല്ലേ ഒഴിവാക്കാന്ന് കൊണ്ട് നമ്പൂരി ചോദിച്ചില്ലേ? ഇങ്ങനെ മുങ്ങണിന്റെ അടിയിൽ അങ്ങനെ പോവുകയാണ് വയറ്റിന്റെ ഉള്ളിക്ക്. ഒന്ന് നിന്ന് കിട്ടേണ്ടത് എന്ന് വെച്ചില്ലേ എന്നറിഞ്ഞ മാതിരിയാണ്. നിലത്തിരുത്തിയിട്ടില്ല, വായുവിലിട്ടിട്ട് അടിച്ചേ. നിലത്തിരുന്നാലല്ലോ ഒന്ന് കാലുറപ്പിക്കുക, അതിന് നിലത്ത് നിൽക്കാൻ അവസരം കൊടുത്തിട്ടില്ല. ആജാതി ചില ചോദ്യങ്ങളുണ്ട്, ഒന്ന് നിങ്ങൾ കേട്ടോളൂ. സനദും മത്തിനുമായി ബന്ധപ്പെട്ട് ഇവരുടെ അത്തൗഹീദ് മാസികയിൽ വന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം കേട്ടോളൂ. ഈ സനദും മത്തിനും എന്ന നിങ്ങളുടെ ലേഖനം, അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ലേഖനം ഞാൻ ചോദിക്കട്ടെ. അതിൽ ഇദ്ദേഹം പറയുന്നു, അതിലൊന്നാമത്തെ കാര്യം ഖുർആനെതിരാണെന്നതിനാൽ ദുർബലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ചില ഹദീസുകൾ എന്നിട്ട് അദ്ദേഹം ഉദാഹരണം കൊടുക്കുകയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഖുർആനെതിരായതിനാൽ ദുർബലമാണെന്ന് പറയുന്നു. ഫത്ഹുൽ ബാരി 1:569. വേഗം ഫത്ഹുൽ ബാരി എടുക്ക്. ഫത്ഹുൽ ബാരിയിൽ ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ കാണിച്ചു തരണം. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, ഫത്ഹുൽ ബാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു. ലത്തീഫ് മൗലവി ഫത്ഹുൽ ബാരി എടുത്ത് ശരിക്കും അർക്കത്തിലെത്തി വായിച്ചു നോക്കി, റെഡിയാക്കിക്കോളി. ഇതാ ഇമാം ഖുർത്തുബി ഈ ഹദീസ് ഖുർആനെതിരായതിനാൽ ദുർബലമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എടുക്കും ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയിൽ ഇങ്ങനെ വാചകം നിങ്ങൾ കാണിക്കാതെ ഇൻഷാ അല്ലാഹ് ഈ സംവാദം നിങ്ങൾ വിടൂല. നിങ്ങൾ അത് കേട്ടോടുകൂടെ ഞെട്ടി വിടൂല. സംഗതി എന്താ? സംവാദം തുടർന്ന് അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സംവാദം തുടർന്ന് അത് പറഞ്ഞെടുക്കേണ്ടി വരും. ഖുറാഫികളെ പോലെ അല്ലല്ലോ. ഏതായാലും മുജാഹിദുകളുടെ കോമൺ സെൻസ് നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്കുണ്ടല്ലോ അല്ലേ? സംഗതി എന്താന്ന് വെച്ചാൽ ബുദ്ധി പ്രയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് അസ്ഥാനത്ത് പ്രയോഗിക്കണം എന്നുള്ളത് മാത്രമേ പലപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല അണികൾക്കുള്ള കുഴപ്പമുള്ളൂ. 220 മാർക്ക് SSLCക്ക് കിട്ടാത്ത ആള് ബുഖാരിന്റെ കിതാബ് മുന്നിൽ വെച്ച് ഗവേഷണം നടത്തുന്ന ചെറിയ പ്രശ്നമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംഘടനാ ചർച്ചകളിലും യോഗങ്ങളിലും കൗൺസിലിലും ഒക്കെ വരും അറിയണോണ്ട് ഇതിന്ന് രക്ഷപ്പെടണം. ഇനി ഇവിടെ ഉദ്ധരിച്ച ഈ കാര്യം, ഇതിന്റെ സ്ഥിതി എന്താ? ഇത് അബ്ദുൽ മലിക് സലഫി കട്ടുമുറിച്ച് വായിച്ചതാ? ഈ വിഷയത്തിൽ മുമ്പ് പെരുങ്കള്ളനാ? ഇതൊക്കെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ചോദ്യ, മനസ്സിലായില്ലേ? നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ചോദ്യ. പേരോട് ഇടപെട്ടത് ചെയ്തതുപോലെ, കാന്തപുരം കൊട്ടപ്പുറത്ത് ചെയ്തതുപോലത്തെ പണിയെടുത്ത് പോയാൽ എന്താണോ അവർക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കലക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടെന്നതിന്റെ മറ്റൊരു തെളിവാണ്. ആദ്യം വന്നിട്ട് അലി മദനി വന്നിട്ടൊരു പ്രബന്ധം വായിച്ചു. അത് കഴിഞ്ഞിട്ട് കുഴിപ്പുറ സുല്ലമിന്റെ വക പ്രബന്ധം, അത് കഴിഞ്ഞിട്ട് അബ്ദുൽ അസീസ് സുല്ലമിന്റെ വക പ്രബന്ധം. എല്ലാവരും പറഞ്ഞത് വേറെ വേറെ ഏരിയ. അപ്പൊ എന്താ അവർ തീരുമാനിച്ചത്? അവർക്ക് പറയാനുള്ള ചില ഏരിയകൾ പറഞ്ഞു തീരുമ്പോൾ ഇത് പൊളിക്കുക. അവസാനം വന്നാൽക്ക് പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. എന്താ? പൊളിക്കന്നെയാണ് എന്റെ ഏരിയ മോനെ, പൊളിച്ചിട്ട് വരെ രക്ഷപ്പെട്ടോ. ആ പൊളിക്കേണ്ടി വന്നത് ഇത്തരം ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ്. അടുത്ത ഒരു പുസ്തകം നോക്കൂ, എടരിക്കോട് തൗഹീദ് എന്ന പേരിൽ നന്ദി സംവാദത്തോടു കൂടെ പുതിയ നാമധേയത്വത്തിൽ അറിയപ്പെട്ട പുതിയ തൗഹീദ്. 2012 തൗഹീദ് ഉണ്ട്, 2002 തൗഹീദ് ഉണ്ട്. 2002 തൗഹീദ് ഈക്വൽ ടു 2012 തൗഹീദ് ഈക്വൽ ടു നെല്ലിക്കുത്ത് മുസ്ലിയാർ തൗഹീദ്. അതിവിടെ ബഹുമാനനായ എന്റെ സുഹൃത്ത് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചെന്നാണ്. എന്നാൽ പുതിയൊരു തൗഹീദ്, എടരിക്കോട് തൗഹീദ് ഇതാ കേട്ടോ. ഇതിന്റെ 20ാമത്തെ, ഇത് പഴയ തൗഹീദൊന്നുമല്ല, നിങ്ങളുടെ എടരിക്കോട് തൗഹീദാണ്. മനസ്സിലായില്ലേ? എടരിക്കോട്ടിലെ തൗഹീദാണിത്. ഇൻഷാ അല്ലാഹ് ലേറ്റസ്റ്റ് നല്ല ഫ്രഷ് സാധന. ഇതൊക്കെ വായിച്ചു പഠിച്ചിട്ട് വന്ന സംഭവത്തിന് കേട്ടോളൂ. ഇസ്ലാമിന്റെ 2 അടിസ്ഥാന തത്വങ്ങൾക്ക് ഈ ഹദീസ് എതിരായത് കൊണ്ടാണ് ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും ഈ ഹദീസിനെ ദുർബലമാക്കുന്നതെന്ന്
ശേഷം അദ്ദേഹം പറയുന്നു, അത് ഇബ്നു ഹജർ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ ലത്തീഫ് മൗലവി, നിങ്ങൾ ഫത്ഹുൽ ബാരി എടുക്കൂ. ഫത്ഹുൽ ബാരിയിൽ നിന്ന് 6-ാം വാള്യം 434-ാമത്തെ പേജിൽ ഇങ്ങനൊരു വാചകം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? പച്ച നുണ നിങ്ങൾ ഈ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഹദീസിനെ പരിഹസിക്കാനും നിഷേധിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ആ പണ്ഡിതന്മാരുടെ പേരിൽ അള്ളാന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്നു, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറയുന്നു, ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്നു, അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പേരിൽ കളവ് പറയുന്നു. ഇതൊക്കെ തെളിയിക്കണ്ടേ? സംഗതി മുടക്കിയിട്ടില്ലെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. മറുപടി പറയാനാണെങ്കിൽ പൂതി വെച്ചിരിക്കുന്ന കുയ്പ്പറ സുല്ലമി സിസ്മദിനെ അപ്പുറത്ത്. മനസ്സിലായില്ലേ? ഓല് രണ്ടാളും കാര്യം എന്താ ഉണ്ടാകുക നിങ്ങൾ കണ്ടും ചെയ്ത് നേരത്തെ. ഒരു രണ്ടാളും കയറിയാൽ എന്താ ഉണ്ടാകുക എന്നുള്ളിൽ കുയ്പ്പറ സുല്ലമിന്റെ കണ്ടു. ഉസ്താദിന്റെ ഇടാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം, മാക്സിമം ശ്രമിക്കാം. ഇനി അടുത്തത്, അപ്പൊ ഈ രണ്ട് ബുക്കിലൊരു കുഴപ്പമില്ല, ഇത് വളരെ റെഡിയാണ്, നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. കാരണം നിങ്ങൾ മുടക്കിയത് എന്തുമേ, നിങ്ങൾ മുടക്കിയപ്പോ ഉന്നയിച്ചിട്ടില്ലല്ലോ, ആ സ്ഥിതിക്ക് ഇതിന് ഒരു തകരാറില്ല നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഹമീദ് മദനിയുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിക്കാരന്റെ കൗത്തിന് അടുത്ത പിടുത്തം കണ്ടു. അതിൽ നിങ്ങൾ ജൂതന്മാരെ പോലെ നിങ്ങൾ ഗ്രന്ഥങ്ങൾ കട്ടുമുറിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്നവരാണ് നിങ്ങൾ. ഇതാ ഹിശാം ഇബ്നു ഉർവ എന്ന് പറയുന്ന റാവിയെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഹദീസ് സാരിയിൽ പറഞ്ഞ വാചകം എടുത്തുദ്ധരിച്ചു. എന്നിട്ട് അതിന്റെ അവസാന ഭാഗം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, വഖദ് ഇഹ്തജ്ജ ബിഹിശാം ജമീഉൽ അയിമ്മ. ഹിശാമിനെ കൊണ്ട് മുഴുവൻ അയിമ്മത്തും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഹിശാമിനെ കൊണ്ട് തെളിവെടുത്തിട്ടുണ്ടെന്ന് ഇബ്നു ഹജറിന്റെ വാചകം. ഇതിൽ നിങ്ങൾ കട്ടുമുറിച്ചു. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. സുഹൃത്തുക്കളെ, ജൂതന്മാരെ പണിയെടുത്തു. ജൂതന്മാരാണ് നമ്മൾ ഇങ്ങോട്ട് ആക്ഷേപിച്ചപ്പോ അത് അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചെത്തി. ഞങ്ങളെ പറ്റി പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഞങ്ങളെ പറ്റി പറഞ്ഞതൊക്കെ പറഞ്ഞവരടുത്തേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞതൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട്. സൂക്ഷിച്ചോളി. കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് സംവാദത്തിൽ പോലും തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി തെറ്റി എന്ന് പറയാൻ ബുദ്ധിമുട്ടായി അവിടെ നിന്ന് ഇറങ്ങി ചെന്നാലേ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യും. അത് ഞങ്ങൾക്ക് തെറ്റിയെന്നാണ് പറഞ്ഞൂടെ, നിങ്ങൾ ആരെ സംരക്ഷിക്കണത് എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളെ പണ്ഡിത ചർച്ചകളിൽ അത് വരും. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ തനി നിറത്തിൽ സുന്ദരമായി പ്രചരിപ്പിക്കാനുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സമസ്തക്കാര് ചെയ്യുന്ന പണി ലൈഫായ ഹദീസും മൗലൂആയ ഹദീസും ആരാ ഉദ്ധരിക്കുക? ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ഭയങ്കര ഹദീസ, എല്ലാ സാധാരണക്കാരനും കാണാതെ അറിയാം. മൗലൂഇന്റെ ഉദാഹരണമായി മൗലൂഇനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ് അല്ലേ. അതിന് കാന്തപുര സമസ്തന്റെ ചില ആളുകൾ വീക്കൂന്നും കൂടി ഇട്ടെടുത്തു. വിശുദ്ധ ഖുർആൻ. ഇപ്പൊ ചില കുട്ടികൾ സംശയം ചോദിച്ചു, ഉസ്താദേ ഖുർആനിൽ എവിടെ ഉള്ളത്? അപ്പൊ എന്റെ മറുപടി എന്താ അറിയോ, അത് വിശുദ്ധ ഖുദ്സിയായ ഹദീസാണ്. ആയിക്കോട്ടെ, എന്നാ വിശുദ്ധ ഖുദ്സിയായ ഹദീസിൽ എവിടെ ഉള്ളത്? അപ്പൊ പിന്നെ ചില നാക്കാലിന്റെ പേരൊക്കെ കേട്ടതെന്നാണ് ഒരു റിപ്പോർട്ട്. ഏതാണെങ്കിലും മൗലൂആയ ഹദീസ് അടക്കം ഇവരുടെ വാദം പിടിച്ചു നിർത്താൻ ഇവർ ഉന്നയിക്കുമെന്നത് അദ്ദേഹം ഗ്രന്ഥമുദ്ധരിച്ചു. അപ്പൊ ഇതിലും വെട്ടിത്തിരുത്തലും കള്ളത്തരൊന്നും കാട്ടിയിട്ടില്ല എന്നാണല്ലോ. മറ്റേതിൽ കള്ളത്തരം കാട്ടി, അതുകൊണ്ട് നിർത്തണം നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൗലൂആയ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. ഇവാമുൽ മർഇ അഖ്ലുഹു എന്ന കള്ള ഹദീസ് ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് മുഹദ്ദിസാണ് തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബുഖാരിയെ വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കള്ള ഹദീസ് ഉദ്ധരിച്ചത്? അപ്പോൾ നിങ്ങളുടെ നിഷേധം തന്നെയാണ്, സംശയമില്ല. ഒരു സംശയമല്ല, നിങ്ങളുടെ നിഷേധമാണ്. ഓർക്കും സംശയമല്ല. സംഗതി അവിടെ മറ്റേ മക്തവാസാമിൽ അടിച്ചു നോക്കിയപ്പോ ശരിക്കും കണ്ടിട്ടുണ്ടാവും. മൻസൂർ അലി മുണ്ടിയിട്ടില്ല, അനങ്ങാതെ കുത്തിരിക്ക പ്രതിമമാരി. മുപ്പർക്കുള്ള പണി ആകെ ഇങ്ങനെ മക്തവാസാമിൽ മേഡലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടിട്ടുണ്ടാകും. കണ്ട സ്ഥിതിക്ക് മോനെ, എന്റെ ഡ്യൂട്ടി 3 പ്രബന്ധം കഴിഞ്ഞു, എന്റെ ഡ്യൂട്ടി പൊളിക്കലാണ്, പൊളിച്ചാളാന്ന് പറഞ്ഞു. മൂപ്പര് പൊളിച്ചു. മധ്യസ്ഥന് സ്വയം ആയി രംഗത്ത് വന്നു. ഞാന് എന്ന് പറയണേ ചില ആളുകളെ കാറ്റഗറിക്ക് വന്നു. എന്നിട്ടോ സംഗതി പൊളിച്ചടുക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തി. പക്ഷേ നിങ്ങൾ പൊളിക്കല്ല ചെയ്തത്, നിങ്ങൾ ശരിക്ക് സ്വയം പൊളിയുകയാണ് ചെയ്തത് എന്നുള്ളത് വരും ദിവസത്തിലെ കേരളം പരീക്ഷ നിന്ന് കഴിയട്ടെ, നമുക്ക് ശരിയാക്കാം. ഞാൻ അടുത്തത് നിങ്ങൾ കണ്ടോളി. എന്താ അറിയാം മുങ്ങാനുള്ള കാരണം? ഞങ്ങളൊരു ലിസ്റ്റ് അവതരിപ്പിച്ചിരുന്നു ഒന്നാമത്തെ സംവാദം മുതൽക്ക്.
ആ ലിസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോളി. സിറാത്ത് നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയുമോ? നുസൂല് നിഷേധിച്ചിട്ടുണ്ട്, നസ്ഖ് നിഷേധിച്ചിട്ടുണ്ട്, റജ്മിനെ നിഷേധിച്ചിട്ടുണ്ട്, സിഹ്റിനെ നിഷേധിച്ചിട്ടുണ്ട്, കണ്ണേർ നിഷേധിച്ചിട്ടുണ്ട്. തെളിവ് ചോദിച്ച അപ്പം തരാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പിശാച് ബാധ, ദജ്ജാലിൽ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഈ ചിവിണാൽ എന്ന ഹദീസ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താടിയുടെ ഹദീസ് നിങ്ങൾ പരിഹസിക്കാറുണ്ട്, മലക്കുൽ മൗത്തിന്റെ ഹദീസ് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഖന്തറത്തിന്റെ ഹദീസ്, അതുപോലെ തന്നെ കദ്ബാത്ത് ഇബ്രാഹിം ഇവിടെ കളവുകൾ പറഞ്ഞ ഹദീസ് സംബന്ധിച്ച് നിങ്ങൾ അത് വിമർശനം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായിട്ടുള്ള ചന്ദ്രൻ പിളർന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്, അജ്വാക്കാരയ്ക്ക് നിങ്ങൾ പരിഹസിക്കുന്നുണ്ട്. തബറുക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും ഈ ചെയ്തിരിക്കുന്ന അയാൾ നിഷേധിച്ച് പരിഹസിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതാണ് നിഷേധം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിഷേധത്തിന്റെ ലിസ്റ്റ് നിങ്ങൾ കേട്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങളുടെ വിമർശനത്തിന് ന്യായമായിക്കൊണ്ട് ഒരു മുൻഗാമിയെങ്കിലും ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. സിറാത്ത് പാലമില്ല എന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹു ഇറങ്ങിയാൽ അള്ളാഹുവിന് അറസിലിരിക്കാൻ സമയമുണ്ടാകില്ലെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങളിവിടെ തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുക? ആകെ കൊണ്ടുവന്ന മാസ്റ്റർ പീസ് എന്താ അറിയോ? മുമ്പ് ഓൺലൈൻ സംവാദത്തിലും കൊണ്ടുവന്ന മാസ്റ്റർ പീസ് ഞങ്ങൾ മാത്രമല്ല വിമർശിച്ചിട്ടുള്ളത്. ദാറുഖുത്നി വിമർശിച്ചിട്ടുണ്ട്, ഹാക്കിം വിമർശിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാ പോത്തും ചെമ്പോത്തും രണ്ടാണ്. പോത്ത് പോത്താണ്, ചെമ്പോത്ത് ചെമ്പോത്താ. പോത്ത് നാക്കാലിയാണ്, ഹക്കീകത്തും അല്ലാത്തിനൊക്കെ അറുക്കണവരെ ഒരു മൃഗമാണ്, അല്ലെ മറ്റേതൊരു പക്ഷിയാണ്. രണ്ടിന്റെയും കൂടെ പോത്തുണ്ടെന്നുള്ളതുകൊണ്ട് സംഗതി കൊക്ക് കുളിച്ചാൽ കുയിലാകൂല, കുയില് കുളിച്ചാൽ കൊക്കു ആകൂല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ പഠിപ്പിച്ചതാണ് അബ്ദുൽ മലിക് സലഫി. എന്താ? ദാറുഖുത്നി ഹദീസിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിരൂപണം, നഖ്ദ്, വിമർശനം എന്നല്ല, നഖ്ദ് നിരൂപണം, ആ നിരൂപണത്തിന്റെ അവസ്ഥ മൂപ്പരെത്തിയാണ്, അവസ്ഥയിലേക്ക് മൂപ്പരെത്തിയാണ്. LKG-കാരനായ കുട്ടി വന്നിട്ട് പറയാ, അപ്പാ എനിക്ക് പെണ്ണെട്ടണം, കെട്ടിച്ചെടുക്കോ? അതിനൊക്കെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ഒരു സന്ദർഭമൊക്കെ ഉണ്ട്. പ്രായവും കാലൊക്കെ ആവുമ്പോ ചെയ്തൊടുക്കും, പ്രായവും കാലൊക്കെ ആവുമ്പോ ചെയ്തൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നിരൂപണത്തിനും ചില ശുറൂത്തുകളുണ്ട്. മനസ്സിലായില്ലേ? നിരൂപണം നടത്തുന്ന ആൾക്കുള്ള ചില ഷർത്തുകളും ചില യോഗ്യതകളൊക്കെ ഉണ്ട്. ആ യോഗ്യതയുള്ള ദാറുഖുത്നി അടക്കം നിരൂപിച്ച് അവസാനം സിറാത്ത് പാലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നുസൂൽ ഈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കളവ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയപ്പെടുന്ന ആ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് യോജിച്ചതല്ല, അതുകൊണ്ട് ഹദീസ് തട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലക്കുൽ മൗത്ത് കണ്ണു പൊട്ടിച്ചു എന്ന് പറയുന്ന ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ? ഈച്ചയുടെ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ടോ? എന്താ ചോദിച്ചത്? അതുകൊണ്ട് ഒന്ന് പോത്ത്, മറ്റേത് ചെമ്പോത്ത്, അല്ലേ? രണ്ടും തമ്മിൽ എന്താ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാരും അതിന്റെ യഥാർത്ഥ കക്ഷിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനിയും ഇതും പൊളിയാനുള്ള കുറെ കാരണമുണ്ട്. എന്താ അറിയോ? കുഴിപ്പുറം സുല്ലമിയുടെ കഴുത്തിലാണ് കെട്ടിയത്. ചോദ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ കെട്ടിയത്. അത് എന്താന്ന് വെച്ചാൽ ഉള്ളിൽ കുറെ അടി നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങളുള്ളിൽ അടിയുണ്ട്, ഞങ്ങളെ പിന്നെ 3 തൊലാക്കും ചൊല്ലി ചില ആൾക്കാർ പോയി എന്നൊക്കെയാണ് ഭയങ്കര ബഹളം, അല്ലേ? ഞങ്ങളെ കൂട്ടുന്ന ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, പോയ ആളുകൾ ആരെങ്കിലും ഒരാള് ഞങ്ങളോട് ഞങ്ങളുടെ വിഷയത്തിൽ സുഹൃത്തുക്കളെ വിശേഷിച്ച് ഏറ്റവും അവസാനം നിങ്ങൾ സംവാദത്തിൽ തന്നെ ഉദ്ധരിച്ച ചില പേരുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ കഴിഞ്ഞ 10 വർഷം പറയണേ ഒരു പോയിന്റ് പോലും മാറ്റി പറഞ്ഞിട്ടില്ല. സംവിധാനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചകളിലെ വ്യത്യസ്ത അഭിപ്രായം കൊണ്ട് ഇറങ്ങിപ്പോയത്. നിങ്ങളെ കൂട്ടത്തുനിന്ന് പോയ ആളുകളോ അവര് വിഷയങ്ങളെ പഠിക്കുന്നുണ്ട്. അവര് പഠിക്കട്ടെ. പഠിക്കുമ്പോ ഒരു കാര്യം അവർക്ക് മനസ്സിലാകും, ആ കൂടാരം എനിക്ക് പറ്റിയതല്ല. മർക്കസുദ്ദാവിന്ന് ഇറങ്ങിയിട്ട് മർക്കസുദ്ദാവെന്നുള്ള വാല് വിട്ടിട്ട് വാലില്ലാത്തവർക്ക് എത്തുമ്പോ മനസ്സിലാകും ഇത് KNM എന്ന് പറയുന്നത് KMOലെ ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? അത് അദ്ദേഹത്തിന്റെ പഠനം, അത് നടക്കട്ടെ, തുടരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇരിക്കട്ടെ, ഏതാണെങ്കിലും കുഴിപ്പുറം സുല്ലമിനോട് പ്രത്യേകിച്ച് അബ്ദുൽ മലിക് സലഫിക്ക് ഈ സംവാദത്തിൽ വലിയൊരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഒരു ചോദ്യം കൂടി കേട്ടോളി. ഈ ആളുകൾ, ഒറ്റ ആളുകളും സിഹിറിന്റെ ഹദീസ്, ഈ സംവാദം നടത്താൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും സിഹിറിന്റെ ഹദീസ് മുഴുവൻ വായിച്ചു പഠിച്ചിട്ടില്ല. കേട്ടോ? ഇയാൾ എഴുതി വിടാണ്. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് പല കാരണങ്ങളാലും സ്വീകാര്യോഗ്യമല്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സഹാബിയല്ല, ഹിശാബ് ബിൻ ഉർവയാണ്. ഓ സുല്ലമി, നിങ്ങൾ സഹീഹ് ബുഖാരി കണ്ടിട്ടുണ്ടോ?
സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് എന്താ? ഇയാൾ പറഞ്ഞ ഒരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല. ഹിസാം ബിൻ ഉർവയാണ് ഹദീസ് പറഞ്ഞത്. ലത്തീഫുൽ ശരിക്കും കേട്ട് പഠിച്ചോ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ സുല്ലമി, നിങ്ങൾ നഹ്വു സർഫ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് തിരുനാളാണല്ലോ, ഈ കാലത്തിന്റെ ഫായിദാരം ഈ കാലത്തിന്റെ ഫായിദാര നിങ്ങളെന്താ എഴുതിയത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെന്താ സിഹർ ബാധിച്ചു എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സഹാബിയല്ല, ആയിഷ ബീവി സഹാബിയല്ലേ? ആയിഷ ബീവി സഹാബിയല്ലേ? സയ്യിദ് ഇബ്നു അർഖം സഹാബിയല്ലേ? എന്താ ഇവിടെ ശ്രദ്ധിക്കുങ്ങള്? ഈ കാലത്തിന്റെ ഫായിദാരാണ് ഹിസാമാണോ? അപ്പൊ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസിനെ തട്ടാൻ വേണ്ടി പാച്ചാന്നോണ സഹാബി. പണ്ട് ഖുറാഫികൾ പറഞ്ഞിരുന്നെന്ത്? ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുസ്ലിം ആയിരുന്നില്ല എന്ന് കോടതിയിൽ ഇത്തരം മുട്ടിയപ്പോ പറഞ്ഞിരുന്നു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ സഹാബിയായി അല്ലാതാക്കി നിങ്ങൾ. ആയിഷ കാലത്ത് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പറഞ്ഞു എന്നാണ്. ആയിഷ ബീവി സ്വഹാബിയല്ലേ? ആയിഷ ബീവി സ്വഹാബിയല്ലേ? സംഗതി കരിമ്പിലാക്കൽ വരാത്തത് നന്നായി. മൂപ്പര് അവസരം പൊളിക്കാനുള്ള അവസരമാക്കി കൊടുത്ത്. അത് സ്വഹാബിയല്ല, അത് സ്വഹാബി വനിതയാണ് എന്ന് മൂപ്പര് പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെ പോന്ന മുമ്പ് പത്തപ്പരിയം സംഭവത്തുനിന്ന് ഒരാൾ അവസാനം പറഞ്ഞില്ലേ, അതൊന്നും ശരിയാവില്ല, അത് മുസ്ലിം ജിന്നിനോട് ചോദിക്കുമ്പോഴല്ലേ വസീലത്ത് ശിർക്ക്, കാഫിർ ജിന്നിനോട് ചോദിക്കുമ്പോ അല്ലല്ലോ. അതേ നിലവാരത്തിലുള്ള ചോദ്യം. അപ്പൊ ഞങ്ങൾ അതേ കിതാബിന്ന് 8 വരി മേലെന്ന് അതേ ഗ്രന്ഥകർത്താവിൻ്റെത് കൊടുത്തു. ഇവിടെ കാഫറും ജിന്നും മുസ്ലിം ജിന്നും ഒക്കെ കണക്കാണ്. പിന്നെ മുപ്പര് മുണ്ടിയിട്ടില്ല. ആ സംഭവത്തെ പറ്റി ഇപ്പൊന്നും പറയലില്ല. ഇപ്പൊ മെല്ലെ പഠിച്ചു വന്ന് ദുബൈയിലെത്തിയപ്പോ ജിന്ന് വരുന്നു, കേൾക്കുന്നു, സംഗതി വസീലത്ത് ശിർക്കാകുന്നൊക്കെ മുപ്പര് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. സംഗതി എന്താന്ന് വെച്ചാൽ ബോധ്യപ്പെട്ട പിന്നെ അതിനനുസരിച്ച് നീങ്ങണം. അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷേ നടപടിക്രമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവുക കൂടെ വേണം. ഇരിക്കട്ടെ, ഏതാണെങ്കിലും അടുത്തത് എന്താ അറിയോ? തുടങ്ങാനുള്ള കാരണം ഹാർമോണിയത്തിന്റെ ഹദീസ് കിട്ടിയിട്ടില്ല. സംഗതി ഹാർമോണിയത്തിന്റെ ഹദീസിനെ സംബന്ധിച്ച ചോദ്യം നടന്നപ്പോ നല്ല ചെണ്ടയാണ് മാറി. ചോദ്യം ഉത്തരം പറയേണ്ടവരൊക്കെ ഹാർമോണിയം ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ ചെണ്ട ഞങ്ങൾക്ക് കിട്ടി. ചെണ്ട ഇത് കൊട്ടാൻ പറ്റുമോ ഇല്ലേ എന്ന് ആലോചിച്ചപ്പോൾ ഇത് കൊട്ടാൻ പറ്റിയ ചെണ്ടയാണ്. ഹഖീഖത്തിലുള്ള ചെണ്ട അല്ലാത്തതുകൊണ്ട് കൊട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അമർത്തിയാണ് കൊട്ടിയപ്പോ സംഗതി മുങ്ങിയിട്ടില്ലെങ്കിൽ ഹാർമോണിയം ഉണ്ടാവില്ല. ഞാൻ അടുത്തത് വീണ ചിലപ്പോൾ എടുക്കും. വീണ ഹദീസിലുണ്ട് എന്ന് ഉസ്താദ് എഴുതിയിട്ടില്ല എന്ന് എന്താ ഉറപ്പ് അല്ലേ? അപ്പൊ വീണിയും കൊടുക്കണ്ടേരും എന്നുള്ള നിലക്കാ മുങ്ങിയത്. ഹാർമോണിയത്തിന്റെ ചോദ്യങ്ങൾ കേട്ടോളി. ഹാർമോണിയത്തിന്റെ ഹദീസ് ഹാർമോണിയം എന്ന വാചകം സഹീഹുൽ ബുഖാരി നിങ്ങൾ കാണിക്കണം. തട്ടിപ്പ് വിടൂല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആ വാചകം കാണിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. അത് കാണിച്ചു കൊടുക്കണതിനെ പറ്റി കൂലങ്കശമായി ആലോചിച്ചിട്ട് കിതാബ് നിക്കാഹിലുണ്ട്, പിന്നെയോ കിതാബ് സിഫാഫിലുണ്ട്. ഏതോ 2 കിതാബിന്റെ എന്തുണ്ടായിട്ട് നിങ്ങൾ വായിക്കാത്തേ? എന്തുണ്ടായിട്ട്? അപ്പൊ കിതാബ് എനിക്ക് അതൊന്നും കാണിക്കാനുള്ള സമയം ഇവിടെ അല്ല. കിതാബ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കിതാബ് കൊണ്ടുവന്നെടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ച് അല്ലാഹു അക്ബർ, മൊത്തം ഇവിടെ അബ്ദുൽ മലിക് സൽഫി പൊളിയാൻ പോവുക. കാരണം എന്താ? കരിമ്പിലാക്കലിനാണ്